സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്ന പരിശുദ്ധ റമദാനിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഞാനും നിങ്ങളും. ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ അവസാന റമദാൻ മാസമാണെങ്കിൽ നാളെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങുന്ന ഏറ്റവും ഉപകാരപ്പെടുന്ന അനുഗ്രഹീതരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഓരോ ദിവസം അവസാനിക്കുന്ന സമയത്തും നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. കാരണം അല്ലാഹു ഇസ്ലാം എന്ന മതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്ന ഓരോ ഇബാദത്തുകളും ഓരോ കർമ്മങ്ങളും, അതുകൊണ്ടൊക്കെ അല്ലാഹു ആഗ്രഹിക്കുന്നത്, നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ആ അംഗചലനം റബ്ബിന് കാണണം, അത് നിർവഹിച്ചിട്ടുണ്ടാകുന്ന തയമ്പ് റബ്ബിന് കാണണം, നാട്ടുകാർക്കിടയിൽ അവനൊരു മുത്തഖിയായി അറിയപ്പെടണം എന്ന ഉദ്ദേശത്തിലല്ല. മറിച്ച് ഓരോ ഇബാദത്തുകളും നമ്മളെ ജീവിതത്തിന്റെ ഓരോ രംഗത്തും മാറ്റം സൃഷ്ടിക്കുന്നില്ലെങ്കിൽ നാളെ റബ്ബിന്റെ അരികിലേക്കുള്ള മടക്കം ഏറെ ഖേദകരമായിരിക്കും എന്നാണ് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തി തന്നത്. ആലോചിച്ചു നോക്കൂ, ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും, ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും, നാട്ടിലെ പേര് കേട്ട ഏത് തറവാട്ടുകാരനാണെങ്കിലും അല്ലാഹു നിശ്ചയിച്ച മരണത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരു കണ്ടുപിടുത്തങ്ങളും ഒരു പണബലവും എന്റെയും നിങ്ങളുടെയും കയ്യിലില്ല. അങ്ങനെ തടഞ്ഞു നിർത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ, നമ്മളെ മനസ്സിന്റെ സ്വപ്നങ്ങൾക്ക് പടച്ച റബ്ബ് പരിഗണന കൊടുക്കുമായിരുന്നെങ്കിൽ, ഇന്ന് നമ്മൾ കേൾക്കുന്ന പല മരണവാർത്തകളും നമ്മൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടല്ലോ, 3.25 കൊല്ലം പ്രവാസ ലോകത്ത് കഷ്ടപ്പാട് സഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വിമാനം കയറുമ്പം അവൻ ആകെ കുടുംബത്തോട് ആവശ്യപ്പെട്ടത് എയർപോർട്ടിൽ വാപ്പ, ഉമ്മ, ഭാര്യ, പറക്കമുറ്റാത്ത 2 മക്കൾ, ഇവരെല്ലാവരും കരിപ്പൂർ എയർപോർട്ടിൽ വരണം. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് റൺവേ തൊട്ട സമയത്ത് തന്നെ തൊട്ടടുത്തിരിക്കുന്ന ചെറുപ്പക്കാരനോട് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നമ്മൾ കരിപ്പൂർ എത്തിയില്ലേ? ആ, എത്തി, അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് പിന്നിലേക്ക് ചാരിക്കടന്ന ആ ചെറുപ്പക്കാരൻ, പിന്നീട് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന 168 പേര് പുറത്തേക്ക് പോയിട്ടും ആ ചെറുപ്പക്കാരന്റെ സീറ്റിൽ നിന്നും അയാൾ അനങ്ങുന്നില്ല. ആ ചെറുപ്പക്കാരനെ കാത്തു പുറത്തിരിക്കുന്നത് 70 വയസ്സിലധികം പ്രായം ചെന്നൊരു വൃദ്ധനായ വാപ്പ, ഒരു വൃദ്ധയായ ഉമ്മ, 3.25 കൊല്ലത്തെ വിരഹം നെഞ്ചിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചൊരു പാവം പെണ്ണ്, വാപ്പയെ കാണാൻ പൂതി വെച്ച് കാത്തിരിക്കുന്ന 2 ആൺകുട്ടികൾ. മകനെ കാണാതായ വെപ്രാളത്തിൽ ആ കുടുംബം വെപ്രാളപ്പെട്ടു നിൽക്കുമ്പോ പിന്നെ ആ കുടുംബം കാണുന്നത് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരുന്നു. എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്നും സ്ട്രെച്ചറിൽ ആരോ ഉന്തിക്കൊണ്ടുവന്ന് ഒരാളെ കയ്യും കാലും താങ്ങിപ്പിടിച്ച് ആ ആംബുലൻസിൽ കയറ്റുന്നു. ഭയപ്പെടുത്തുന്ന സൈറൺ മുഴക്കിക്കൊണ്ട് ഇതേ കുടുംബത്തിന്റെ മുൻപിലൂടെ ആ ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോകുമ്പോ ആ വാപ്പക്കറിയൂല അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ കാണാൻ മോഹിച്ചെന്റെ മോനാണ്. ആ പെണ്ണിനറിയൂല 3.25 കൊല്ലം കൊണ്ട് നെയ്തു കൂട്ടിയ സ്വപ്നങ്ങൾക്ക് ഞാൻ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഇക്കാക്കയാ ആ ആംബുലൻസിന്റെ ഉള്ളിലുള്ളത് എന്ന് ആ പെണ്ണിനും അറിഞ്ഞൂടാ. അവസാനം മകനെ കാണാതായ വെപ്രാളത്തിൽ
ആ വിമാനം ലാൻഡ് ചെയ്തിട്ടും മകനെ കാണാതായ സങ്കടത്തിൽ അവിടെയുള്ള ഡ്രൈവർമാരോടൊക്കെ സങ്കടം പറഞ്ഞ് കരയുന്ന ഭാര്യനെയും കൂട്ടി ഡ്രൈവർമാർ അന്വേഷണം നടത്തി അവസാനം ഈ കുടുംബത്തെയും കൂട്ടി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ മുറ്റത്തെത്തിയപ്പോ ആംബുലൻസ് നിന്ന് പുറത്തേക്കിറക്കി വെച്ച സ്വന്തം മകന്റെ മയ്യത്ത് കണ്ട് വാവിട്ട് കരയേണ്ട ഒരു വാപ്പ കണ്ണിലൊന്ന് ആലോചിച്ചു നോക്കി. ആ മയ്യത്ത് കെട്ടിപ്പിടിച്ച് കരയുന്ന വാപ്പ അന്ന് അവിടെ വെച്ച് കരഞ്ഞു ചോദിച്ചൊരു ചോദ്യം ഇപ്പോഴും ഡ്രൈവർമാര് പറയുന്നുണ്ട്. പലതവണ മകന്റെ നെറ്റിയിലേക്ക് ഉമ്മ കൊടുത്ത് വാരിപ്പിടിച്ചിട്ട് ആ വാപ്പ പറഞ്ഞൊരു വാക്ക്, എന്തിനാ പടച്ചോനെ നിന്റെ മോനെ കൊണ്ടുപോയത്, എനിക്ക് ഇന്നെ കൊണ്ടുപോയാ പോരെ, ഞാനല്ലേ റബ്ബേ സൂക്കേടുകാരൻ, ഞാനല്ലേ റബ്ബേ വയസ്സൻ, എന്തിനാ റബ്ബേ നിന്റെ പേരക്കുട്ടികളെ യത്തീം മക്കളാക്കിയത്, എന്തിനാ റബ്ബേ നീ ആ കുട്ടീനെ വിധവയാക്കിയത്, ഒരു ഉപകാരവും ഇല്ലാത്ത എന്നെ കൊണ്ടോയാ പോര റബ്ബേ എന്ന് ചോദിക്കുമാറ് പ്രിയപ്പെട്ടവരെ നിങ്ങളെയും പടച്ചോൻ ഈ ദുനിയാവൊന്ന് കൊണ്ടുപോകും. ആ മരണത്തെപ്പറ്റി എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് ഇരുന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളെ മരണം, നമ്മൾ ഈ തിരക്ക് പിടിച്ചോടുന്ന യാത്രയിൽ ആർത്തി പിടിച്ച് ദുനിയാവിന്റെ പിന്നാലെ പരക്കം പായുമ്പോ എന്തിന് നമസ്കരിച്ചിരുന്ന് റബ്ബിന്റെ നേരെ കൈനീട്ടുന്ന ഒരു 10 സെക്കൻഡെങ്കിലും നമ്മളെ മരണത്തെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കാണുന്ന തിരക്കും വെപ്രാളവും ഇതൊന്നുമില്ലാതെ, ഈ ദുനിയാവിലുള്ള ഒരു പുൽക്കൊടിയുടെ അവകാശം പോലും ഇല്ലാതെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ നമ്മളങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും. ഒരവകാശവും ഇല്ല, യാതൊരുവിധ മറ്റുള്ള സമാധാനത്തിന്റെ വാക്കുകൾ ചെയ്തു തരാൻ ഒരു വ്യക്തിയുമില്ല. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മളോട് ചെയ്യാനുള്ളതൊക്കെ നമ്മളെ കുടുംബക്കാരും നാട്ടുകാരും ചെയ്തരും. പ്രിയപ്പെട്ടവരെ, ഈ മുഖത്തിന്റെ ഭംഗി ഈ കണ്ണാ, ഈ കണ്ണിന്റെ ഭംഗി അതിന്റെ കൃഷ്ണമണിയാ. ഈ കാണുന്ന കണ്ണിൽ കൃഷ്ണമണിക്ക് ഈ വലുപ്പല്ലെങ്കിൽ, പകരം ഒരു കറുത്ത പുള്ളിക്കുത്ത് മാത്രമാണെങ്കിൽ നമ്മളെ മുഖം വിരൂപമാണ്. ഒരാൾ ഒരിക്കൽ നോക്കിയാൽ പിന്നെ നോക്കാൻ പേടിക്കും. ഇനി ആ കൃഷ്ണമണിക്ക് പകരം അതില്ല, വെറും വെളുപ്പ് മാത്രമാണെങ്കിലോ ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കൽ കൂടി നോക്കാൻ മനസ്സനുവദിക്കൂല. അതുകൊണ്ട് ആത്മാവിനെയും പിടിച്ച് മലക്കുൽ മൗത്ത് പടച്ച റബ്ബിന്റെ അരികിലേക്ക് പോകുമ്പോ കൊണ്ടുപോകുന്ന സ്വന്തം ആത്മാവിനെ പിന്തുടരുന്ന കണ്ണുകൾ പിന്നോട്ട് മറയും. ആ കണ്ണ് കാണുന്നവർക്കൊരു പേടിയാവാതിരിക്കാൻ ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തുള്ള ആളുകൾക്ക് ആദ്യത്തെ കൽപ്പന കൊടുത്തു, തൊട്ടടുത്തിരിക്കുന്നവർ ആദ്യം കണ്ണങ്ങടച്ചു കളയണം. തുറന്നു പോകുന്ന വാ, കറപിടിച്ച പല്ല്, ഉണങ്ങിപ്പോയ നാവ്, വറ്റിപ്പോയ ചുണ്ട്, ഇതൊക്കെ കാണുന്നവർക്കൊരു മനസ്സിലൊരു സങ്കടം ഉണ്ടാക്കാതിരിക്കാൻ വേഗം കുടുംബക്കാരെങ്കിലും ഒരു ശീലക്കഷണം ചീന്തിയെടുത്ത് നമ്മളെ താടിയെല്ല് കൂട്ടിക്കെട്ടിയിടും. തണുത്തുറഞ്ഞു പോകുന്ന കാലുകൾ കഫം പടവക്കുള്ളിലേക്ക് പിടിച്ചാൽ കിട്ടാതായി പോകും, മരവിച്ചു പോകും എന്ന പേടി കാരണം ആദ്യം തന്നെ 2 തള്ളവിരലുകൾ പിടിച്ചു കൂട്ടിക്കെട്ടിയിടും. എന്നിട്ട് ആ വീട്ടിൽ കിടത്താൻ പറ്റുന്ന ഒരു കട്ടിലിലെ നമ്മളെ കിടത്തു. മോഹിച്ചു വാങ്ങിയ 4 അടി 5 അടി തേക്കിന്റെ കട്ടില് ബെഡ്റൂമിലുണ്ടെങ്കിലും 6 അടി പ്ലാവിന്റെ കട്ടിലും മോഹിച്ചു വാങ്ങി കൊണ്ടിട്ടിട്ടുണ്ടെങ്കിലും വാപ്പാരെ, ഒരൊറ്റ ബെഡ്റൂം ഒന്നും നിങ്ങൾ മോഹിച്ചു വാങ്ങിയ കട്ടില് ഡൈനിങ് ഹാളിലേക്ക് വലിച്ചുകൊണ്ടുവന്നിട്ട് മക്കൾ നിങ്ങളെ കിടത്തൂല. വാപ്പയും വാപ്പന്റെ വാപ്പയും കാക്കക്കാരണവന്മാരും ഉപയോഗിച്ചിരുന്ന കാലത്ത് 3 അടിക്കട്ടില് വീട്ടിന്റെ വറകുപുരയിലോ കുടുംബക്കാരന്റെ വീട്ടിലോ ഉണ്ടെങ്കിൽ അതെടുത്തോണ്ട് വന്ന് പായ വിരിച്ച് വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ നമ്മളെ കിടത്തും. വാർത്ത നാട്ടിൽ കാട്ടുതീ പോലെ പടരും. നമ്മൾ മരിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് വരുന്നതെന്ന് സങ്കല്പിച്ചു നോക്കി. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടച്ച് നമ്മളെ വീട്ടിൽ മരിച്ചടക്കുക ഡൈനിങ് ഹാളിൽ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ആത്മാവായിട്ട് ആ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന എന്താ? അകത്ത് ബെഡ്റൂമിലെ കട്ടുമ്മ കമന്ന് കിടന്ന് നമ്മളെ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നുണ്ടാകും. ഇടക്കിടക്ക് പൊട്ടി നെഞ്ചു പൊട്ടിയിട്ട് അവള് ചോദിക്കുന്നുണ്ടാവും, ഇക്കാ നിങ്ങൾ ഇന്നെ ഒറ്റക്കാക്കി പോയില്ലേ, എന്നെയും കൂടി കൊണ്ടുപോയിക്കൂടായിരുന്നോ, എന്തിനാ എന്നെയും മക്കളെ നിങ്ങൾ ഒറ്റക്കാക്കിയത് എന്നവൾ അലമുറയിട്ട് സങ്കടപ്പെട്ട് കരയുന്നുണ്ടാകും. അവളെ കട്ടിലിന്റെ അടുത്ത് മൂത്തന്മാരും ഇളയമാരും ഒക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ടാകും, ഇങ്ങനെ കരയല്ലേ, പോണ്ടിയൊരു പോയതല്ലേ. കെട്ടിച്ചു വിട്ട പെൺമക്കളൊക്കെ വിവരമറിഞ്ഞ ആ സെക്കൻഡ് മുതൽ ഉടുത്ത മാക്സിയിലും ഉടുത്ത ചുരിദാറിലും പൈതലുകളെ വാരിപ്പിടിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടാകും. വീട്ടിന്റെ ഗേറ്റിൽ കാറ് നിർത്തുമ്പോഴേക്കും ഇറങ്ങി തളർന്ന് അമ്മോന്മാരെ കൈമ തൂങ്ങി നിലവിളിച്ച് നമ്മളെ മയ്യത്ത് കണ്ട് അകത്ത് കിടന്ന് കരയുന്ന ഉമ്മാന്റെ കട്ടിലിന്റെ അടുത്ത് പോയി കിടക്കുന്നുണ്ടാകും.
നമ്മൾ ആൺകുട്ടികൾ നമ്മളെ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് കണ്ണും നിറഞ്ഞ് ഉപ്പാന്റെ മക്കൾ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും. ഉള്ളവരിൽ ഒരുത്തൻ 1 കിലോ പോലുമില്ലാത്ത 500 ഗ്രാം പോലുമില്ലാത്തൊരു തുണീൻ്റെ അടി കിടക്കുന്ന നമ്മളെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ തലക്കും ഭാഗത്ത് ഇരിക്കുന്നുണ്ടാകും. ആ ഒരു നിശബ്ദതയിൽ പിന്നെ നമ്മൾ കേൾക്കുന്നത് പള്ളിക്കമ്മിറ്റിയിൽ 5-8 ആളുകൾ വരും, നാട്ടിലുള്ള 4-5 ചെറുപ്പക്കാരും കൂടും, പെട്ടെന്നൊരു താറപ്പായ 5 എണ്ണം വാടകക്കെടുക്കും, 25 കസേരയും ഒരു ഗുഡ്സ് ഓട്ടോയിൽ കൊണ്ടുവരും. പിന്നെ ആ മരിച്ച വീട്ടിൽ കേൾക്കുന്നത് അകത്തുനിന്ന് ഏങ്ങിയുള്ള കരച്ചിലും പുറത്തുനിന്ന് നമ്മൾ കാണുന്നത് ആളുകൾ പറഞ്ഞു കൊടുക്കും, കാരണവന്മാര് ആ കയറ് തെങ്ങുമ്മക്ക് കെട്ടിക്കോ, ഈ ഭാഗത്തെ കയറ് താർപ്പായിൻ്റെത് അപ്ലാവുമ്മലേക്ക് കെട്ടിക്കോ. കെട്ടിയിടപ്പെട്ട പന്തലിന്റെ ചുവട്ടിൽ 19 കസേരകളും നിരത്തി നിങ്ങളെ മയ്യത്ത് കാണാൻ നാട്ടുകാർ കാത്തിരിക്കും, കുടുംബക്കാർ കാത്തിരിക്കും. വാർത്ത കാട്ടുതീ പോലെ പലരും ചെമ്മാട്, തിരൂരങ്ങാടി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഏതോ കല്യാണപ്പുരയിൽ സന്തോഷിച്ച് പുഞ്ചിരിച്ച് നിൽക്കുന്ന നമ്മളൊരു ഫോട്ടോ ക്രോപ്പ് ചെയ്ത് അടിയിൽ ഒരു ഇന്നാലില്ലാഹിയും പേസ്റ്റ് ചെയ്ത് ഇന്നാലിന്ന വീട്ടിലെ ഇന്നാലിന്ന കാക്ക ഇത്ര വയസ്സ് അള്ളാന്റെ അരികിലേക്ക് തിരിച്ചുപോയി, അല്ലെങ്കിൽ മരണപ്പെട്ടു, മയ്യത്തുസ്കാരം ഇത്ര സമയത്തിന് ഇത്ര പള്ളിയിൽ എന്നൊരു പേജിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെ മെസ്സേജായി നമ്മൾ പറന്നു നടക്കും. കാണാനുള്ളവർ ഓരോരുത്തരും നമ്മളെ വീട്ടിലേക്ക് കയറി വരും. കയറി വന്നവർ ആരൊക്കെയാന്ന് എനിക്കും മനസ്സിലാവൂല എന്ന് മാത്രം. അക്കൂട്ടത്തിൽ പകള്ളോനുണ്ട്, വെറുപ്പുള്ളവനുണ്ട്, മുഖത്തോട് മുഖം നോക്കാത്തവരുണ്ട്, വ്യത്യസ്ത സംഘടനക്കാരുണ്ട്, സംഘടനാ സങ്കുചിതത്വം മനസ്സുപേറി നടക്കുന്നവരുണ്ട്. അടഞ്ഞു കിടക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി താറപ്പായന്റെ ചുവട്ടിലുള്ള കസേരയിലേക്ക് അവരോരോരുത്തരും ചെന്നിരിക്കും. സമയമാകുമ്പം ആരെങ്കിലും കുടുംബത്തിലെ 2 ചെറുപ്പക്കാർ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി വെക്കും, മയ്യത്ത് നമസ്കാരം 10:30 ചെമ്മാട് ഇന്ന പള്ളിയിൽ. ഈ ദുനിയാവിലെ നമ്മൾ അവസാനത്തെ നിമിഷം രേഖപ്പെടുത്തപ്പെട്ടു. അന്നുവരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ 4-5 ആളുകൾ താങ്ങിപ്പിടിച്ച് മറക്കുള്ളിൽ കൊണ്ടുപോയി അവര് കുളിപ്പിക്കും. ഒറ്റക്ക് വിസർജിച്ചിരുന്ന നമ്മളെ ഇടത്തെ കൈയിൽ ശീല ചുറ്റി വയറമർത്തി വിസർജ്യം കളഞ്ഞ് അവര് നമ്മളെ മയ്യത്ത് കുളിപ്പിക്കും. പിന്നീട് കുളിപ്പിച്ച് പുതുമണവാളനെ പോലെ നമ്മളെ ഡൈനിങ് ഹാളിലെ കട്ടിലിലേക്ക് തിരിച്ചു വെക്കും. അവസാനം പള്ളിയിലേക്ക് എടുക്കാൻ നേരത്ത് വാതിലിന്റെയും ജനലിന്റെയും മറവിലൂടെ പെണ്ണുങ്ങൾ തിക്കിത്തിരക്കും. എടുക്കാൻ നേരത്ത് പെണ്ണുങ്ങളെ കാണിക്കാൻ കുടുംബത്തിലെ മാമന്മാര് വന്നിട്ട് പറയും, സുലൈഖ കൊണ്ടുപോകുക, എനിക്കൊന്ന് കാണണോ. പെൺകുട്ടികളോടും ചോദിക്കും. പാപ്പാന്റെ മയ്യത്തിന്റെ അടുത്ത് വന്ന് ആ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് തളർന്ന് കയ്യിൽ തൂങ്ങി മക്കളൊക്കെ അകത്തേക്ക് തന്നെ മടങ്ങും. പള്ളിയുടെ 1ാമത്തെ സഫ് കൊണ്ടെക്കും. പാപ്പാന്റെ തലക്കും ഭാഗത്ത് മൂത്ത മയ്യത്തസ്കാരത്തിന് ഇമാമായിട്ട് നിൽക്കും. ആ ഇമാമത്ത് നമസ്കാരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പിന്നാലെ നിന്ന് ആ മയ്യത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു യാത്ര കൊടുക്കും. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു വഅഫീഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു. ഈ ലോകത്ത് ജീവിച്ചതിനേക്കാൾ നല്ല ഭവനം, ഈ ലോകത്ത് കിട്ടിയതിനേക്കാൾ നല്ല ഇണ, ഈ ലോകത്ത് ലഭിച്ചതിനേക്കാൾ നല്ല ദാറ്, അള്ളാഹുവെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്ന കഴുകിക്കളയുന്നൊരു നല്ല ജീവിതം. ഇതൊക്കെ പറഞ്ഞ് പോകാൻ പറ്റുന്ന കുറച്ച് ആളുകൾ 6 ഭാഗം പിടിച്ചിട്ട് കബർ പറങ്കിലെത്തും. 6 അടി മണ്ണിലേക്ക് 3 പേര് ബെൽറ്റ് ഇട്ട് നമ്മളെ താഴ്ത്തിക്കടത്തും. നമ്മളെ കനൊക്കെ അപ്പോഴാ ഓരോരുത്തരറിയാം. ഇപ്പം എൻ്റെ പെണ്ണുങ്ങൾ ഇന്നേ എടുക്കും, എനിക്ക് ഓളയെ എടുക്കാൻ പറ്റും. പക്ഷെ ഞാനുങ്ങളും മരിച്ചു വീണ ഒരു 4 ആള് ചുരുങ്ങിയത് പിടിക്കാനുണ്ടാവണം. ആ 4 ആൾക്ക് 5 മിനിറ്റ് കൊണ്ട് മതിയാകുകയും ചെയ്യും. അതുകൊണ്ടാ മയ്യത്ത് തോളിലെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കൂല ആകെ 100 കിലോ ഉള്ള ഒരു മനുഷ്യനാ മരിച്ച്, അത്രയും ഉണ്ടാവൂല, 75 കിലോനെ ഉണ്ടാവും. പക്ഷെ തോളിലെടുക്കുന്ന ചെറുപ്പക്കാർ ഒരു 10 അടി നടക്കുമ്പോൾ പറയും, ആവൂല, നല്ല കനണ്ട്, മാറ്റിക്കൊടുക്കണം തോള്. 3 പേര് ബെൽറ്റ് ഇട്ട് നമ്മളെ മയ്യത്ത് കബറിലേക്ക് ഇറക്കിയേക്കും. മേലെ സ്ലേവ് ഇടും. ഒരു തരി മണ്ണ് നിങ്ങളെ മേല് വീഴാതിരിക്കാൻ സർവ്വദ്വാരങ്ങളും വിടവുകളും ഇലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും അടച്ചു കളയും. എന്നിട്ട് ആ കബറിന്ന് മണ്ണ് പുരണ്ടവൻ മുകളിലേക്ക് കയറി മണ്ണിടാൻ ആംഗ്യം കാണിക്കുമ്പോ ഓരോരുത്തരും കുനിഞ്ഞിരുന്ന് 3 പിടി മണ്ണ് നമ്മളെ കബറും പുറത്തേക്കിടും. 3ാമത്തെ പിടി മണ്ണ് ആ കബറും പുറത്തുള്ള സ്ലേവിലേക്ക് വീഴുമ്പം ഒരു ഭാഗത്തുനിന്ന് ഒരാൾ തുടങ്ങിയിട്ടുണ്ടാകും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ,
ഈ കബർ കിടക്കുന്നതിന്റെ വാപ്പയാ, നിന്റെ ഉമ്മയാ, ഇന്നലെ വരെ തോളൊപ്പിച്ച് മടം പൊപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ കൂട്ടുകാരനാ, കഴിഞ്ഞ 19 കൊല്ലമായി ചെമ്മാട പള്ളിയിൽ കണ്ണോട് കണ്ണ് കണ്ടവനാ, ഒരുപാട് കുടുംബങ്ങളിൽ ചേർന്നിരുന്നവനാ. അതുകൊണ്ട് റബ്ബേ സബ്ബിത്തുഹു ഇൻദ സുആൽ, എന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ളൊരു കഴിവ് കൊടുക്കണേ നാഥാ. അതെന്തുകൊണ്ടാ? ഇവിടെ നമുക്ക് പണവും പവറും ഉണ്ടെങ്കിൽ ആരെ മുൻപിലും നിൽക്കാം. പക്ഷെ കബറിലേക്ക് വെച്ച പൈസക്കാരാ, ഒന്നുമില്ലാത്തോനെ, തറവാട്ടുകാരാ, അഷ്ടിക്ക് വകല്ലാണ്ട് ഗതിയട്ടോനെ, കറുത്തോനെ, വെളുത്തോനെ കബറിലേക്ക് ഇറക്കി വെച്ച പടച്ചോനൊരൊറ്റ വേരേ ഉള്ളൂ, അല്ലാ, മയ്യത്ത്.